അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച് ഡൽഹി സർക്കാർ 94 അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി. 124 കെട്ടിടങ്ങളിലാണ് പരിശോധന നടന്നത്. അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ കുറ്റക്കാരായി കണ്ടെത്തുന്ന ആർക്കിടെക്റ്റുകളെ കരിമ്പട്ടികയിൽ പെടുത്തുമെന്നും ഡൽഹി സർക്കാരിന്റെ സീറോ ടോളറൻസ് നയം അങ്ങനെയാണെന്നും മുഖ്യമന്ത്രി രേഖ ഗുപ്ത വ്യക്തമാക്കി. ആദർശ് TS ആണ് വിശദാംശങ്ങൾ നൽകുന്നത്. ആദർശ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് തുടക്കം കുറിച്ച ഒരു വലിയ നീക്കമാണ്. അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുക, പൊളിച്ചു നീക്കുക. അതൊരു ട്രെൻഡ് പോലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു. ഇപ്പോൾ ഡൽഹി സർക്കാരിൻ്റെ സീറോ ടോളറൻസ് നയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ആക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു? ഗൗതം, ഡൽഹിയിലും അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ആദ്യഘട്ടമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കെട്ടിടങ്ങളിൽ പരിശോധന നടത്തി. 124 കെട്ടിടങ്ങളിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. പിന്നാലെ 114 കെട്ടിടങ്ങൾ സീൽ ചെയ്തു. അതിന് ശേഷം അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുകയായിരുന്നു. ഇത് നമുക്കറിയാം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റോഡ് വികസനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും തടസ്സമായി നിൽക്കുന്നത് അനധികൃത കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 94 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടതും അത് നടപ്പിലാക്കുകയും ചെയ്തത്. ഈ ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശിൽ ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടിയെടുത്തപ്പോൾ അവിടെ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മാധ്യമങ്ങളിലടക്കം വലിയ ഒരു വിമർശനം ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതേ ബുൾഡോസർ രാജ് രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. രാജ്യത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും വികസനത്തിന് ഇത്തരത്തിലുള്ള അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചേ മതിയാകൂ എന്നുള്ള ഒരു തിരിച്ചറിവ് അത് ഭരണകൂടങ്ങൾക്കുണ്ടായി. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഡൽഹിയിലും ഇത്തരത്തിൽ ബുൾഡോസർ ഉപയോഗിച്ചുള്ള നടപടികൾ നടക്കുന്നതും. ഡൽഹിയിലെ റോഡ് വികസനം ഉൾപ്പെടെയുള്ള മറ്റ് വികസന പദ്ധതികൾക്ക് സർക്കാർ ഭൂമി കയ്യേറിയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കിയാൽ മാത്രമേ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി തന്നെയാണ് രേഖ ഗുപ്തയുടെ നേതൃത്വത്തിൽ ഡൽഹി സർക്കാർ ഇത്തരത്തിലുള്ള കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനയും നടപടികളും തുടരും എന്ന് തന്നെയാണ് ഡൽഹി സർക്കാർ വ്യക്തമാക്കുന്നത്. അനധികൃത കയ്യേറ്റം എന്ന് പറയുന്നത് ഈ ഡൽഹിയിലെ വികസനത്തിന് തന്നെ വലിയ ഒരു തടസ്സമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കടുത്ത നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഡൽഹി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഗൗതം. ഓക്കെ ആദർശ്, 94 അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല അതിൽ ഏറ്റവും നിർണായകമായ നീക്കം എന്നത് അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ആർക്കിടെക്റ്റുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുന്നുവെന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായ സന്ദേശമാണ് രേഖ ഗുപ്ത സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇത് UP-യിൽ യോഗി ആദിത്യനാഥ് തുടക്കം കുറിച്ച് വിജയിക്കുകയും വലിയ തോതിൽ ജനകീയ മുഖ്യമന്ത്രിയായി അദ്ദേഹം അവിടെ വളരുകയും ചെയ്തു. അതേ തുടർന്നാണ് മറ്റ് BJP റൂൾഡ് സ്റ്റേറ്റ്സ് എല്ലാം ഇപ്പോൾ ഇക്കാര്യം അതിശക്തമായി നടപ്പാക്കുന്നത്. എന്തായാലും ആദർശ് TS ആണ് വിശദാംശങ്ങൾ നൽകിയത്.